പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ക്രിസ്റ്റി. ഞാൻ പാലാ രൂപതയിലെ വിളക്കുമാടം ഇടവകയിൽ നിന്ന് വരുന്നു. 2022 മെയ് മാസം 21-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞുമാണ്. എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ആദ്യം സാക്ഷ്യം പറയുന്നത്. അവൻ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ വളർച്ചക്കുറവും തൂക്കക്കുറവുമായിരുന്നു. ജനിച്ച് 1.5 വർഷമായിട്ടും സാധാരണ കുഞ്ഞുങ്ങളെ പോലെ കമന്ന് കിടക്കാനോ നീന്താനോ ഒന്നും തുടങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ MRI ചെയ്യാനും ESAയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വരാനിടയായതും. എൻ്റെ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തത്. അമ്മ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ കുഞ്ഞിന് മാറ്റമുണ്ടായി. അവൻ കമന്ന് കിടക്കാനും പിടിച്ചുകൊണ്ടിരിക്കാനും തുടങ്ങി. അതിനുശേഷം പിന്നീടും നടക്കാൻ കാലതാമസം വന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 8 മാസം മുടങ്ങാതെ ഫിസിയോതെറാപ്പി ചെയ്യണം, അവൻ്റെ 2 കാലുകൾക്കും ബലമില്ല, ഫിസിയോതെറാപ്പി ചെയ്താലും നടക്കുന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ടോക്കൺ ലഭിച്ചു. അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ അവൻ സിറ്റിയിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. ആ ദിവസങ്ങളിൽ തന്നെ അവൻ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവുമില്ല. അടുത്ത മാസം 4 വയസ്സാകും. 27-ാം തീയതി പിടിക്കാതെ നടക്കാൻ തുടങ്ങി. അതുപോലെ അവൻ ഒന്നും സംസാരിക്കില്ലായിരുന്നു, അമ്മ എന്ന് പോലും വിളിക്കില്ലായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ എല്ലാ വാക്കുകളും സംസാരിക്കുന്നു, നന്നായി പാട്ട് പാടും, ഒരു കുഴപ്പമില്ല. അതുപോലെ അവൻ്റെ തല അവൻ്റെ ശരീരത്തേക്കാൾ ഒരുപാട് വലുതായിരുന്നു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തലയുടെ വലിപ്പമെല്ലാം കുറഞ്ഞ് അത് നോർമലായി. അതുപോലെ അവന് ഭയങ്കര പേടിയാണ്. ചില വസ്തുക്കൾ, വലിയ ശബ്ദങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അതും അമ്മ സൗഖ്യപ്പെടുത്തി. അതുപോലെ തന്നെ അവന് 2 വയസ്സായിരിക്കുമ്പോൾ അവൻ്റെ 2 കാലിൻ്റെ ഉപ്പൂറ്റികളിൽ ഓരോ മുഴ പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ സർജറി ചെയ്യണം, അല്ലെങ്കിൽ അവന് നടക്കില്ല, നിൽക്കാനൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ സർജറി ഒന്നും ചെയ്യാൻ പോയില്ല. ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി 1 മാസത്തോളം വിശ്വാസത്തോടെ പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ 1 മാസങ്ങൾക്ക് ശേഷം ആ 2 കാലിലെ ഉപ്പൂറ്റികളിലെ മുഴകൾ ചുങ്ങി അപ്രത്യക്ഷമായി. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ ഞാൻ 8 തവണ കേഡറ്റ് എക്സാം എഴുതിയിട്ടും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. ഉടമ്പടി എടുത്തു. 7-ാം തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മ എനിക്ക് കേഡറ്റ് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങൾക്കാണെങ്കിലും കുഞ്ഞിനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേന്, തൈലം എന്നിവ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു, രോഗസൗഖ്യങ്ങളും ലഭിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ 6 കിലോമീറ്റർ അകലെ അപ്പച്ചന്മാരുടെ ഒരു മന്ദിരമുണ്ട്. അവിടെ പോയി അവിടുത്തെ ശുശ്രൂഷകളിലൊക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉടമ്പടി കൃപാസന പത്രം അത് ഞങ്ങളുടെ ആ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്.